നമസ്കാരം. ഇന്ത്യ ഏറ്റവും കൂടുതൽ ക്രൂഡ് വാങ്ങുന്ന അഞ്ചാമത്തെ രാജ്യമാണ് അമേരിക്ക. ഒന്നാം സ്ഥാനത്ത് റഷ്യയാണ്. എന്നാൽ ക്രൂഡ് ഓയിലിന് വേണ്ടി ഇനി മുതൽ ഇന്ത്യ അമേരിക്കയെ കൂടുതൽ ആശ്രയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അമേരിക്കയിലെത്തും. 2 ദിവസത്തെ സന്ദർശന വേളയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി മോദി ഈ വിഷയം ചർച്ച നടത്തും. ഈ ഒരു അവസരത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്നത് കണ്ടു തന്നെ അറിയണം. കാരണം പല രാജ്യങ്ങൾക്കും തീരുവ ചുമത്തുന്ന ട്രംപ് ഭരണകൂടത്തിനെയാണ് നമ്മളിപ്പോൾ ഓരോ ദിവസവും കാണുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപ് മോദി കൂടിക്കാഴ്ച തികച്ചും നിർണായകമാണ്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ജനുവരി 29-നായിരുന്നു ഇരുവരുടെയും സൗഹൃദ സംഭാഷണം. ഇതിനുശേഷം അദ്ദേഹവുമായി സംസാരിച്ചു. അടുത്ത മാസം ഫെബ്രുവരിയിൽ അദ്ദേഹം വൈറ്റ് ഹൗസിൽ ഉണ്ടാകും. ട്രംപ് ഇത് അറിയിച്ചിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ നല്ലതാണെന്നും ട്രംപ് വിശേഷിപ്പിച്ചിരുന്നു. അതേസമയം അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കാനും ട്രംപിന് താല്പര്യമുണ്ട്. ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന പ്രധാന വിപണിയായ ഇന്ത്യക്ക് ഇളവുകൾ ലഭിച്ചാൽ അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് തടസ്സമുണ്ടാകില്ല. സാമ്പത്തികമായി നഷ്ടമുണ്ടാകരുതെന്ന് മാത്രമാണ് മുന്നിലെ ലക്ഷ്യം. ഇന്ത്യ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. പശ്ചിമേഷ്യൻ രാജ്യമായ ഇറാഖാണ് 2ാം സ്ഥാനത്ത്. ഗൾഫ് രാജ്യങ്ങളായ സൗദി അറേബ്യയും UAE-യുമാണ് 3ഉം 4ഉം സ്ഥാനങ്ങളിൽ. 5ാം സ്ഥാനത്തുള്ള അമേരിക്കയിൽ നിന്ന് കൂടുതൽ ക്രൂഡ് വാങ്ങാൻ ഇന്ത്യ ധാരണയിലെത്തിയാൽ ഇത് മറ്റ് രാജ്യങ്ങൾക്ക് തിരിച്ചടിയാകും. എന്നാൽ കണക്കുകൾ വ്യക്തമാക്കുന്നത് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ശരിക്കും ഇന്ത്യക്ക് നഷ്ടക്കച്ചവടമാണ്. ക്രൂഡ് ഇന്ത്യയിൽ എത്തിക്കാനുള്ള ചരക്ക് കടത്ത് കൂലിയാണ് വലിയ വെല്ലുവിളി. എന്നാൽ റഷ്യ എണ്ണയുടെ വില കുറച്ച് നൽകിയതാണ് അനുഗ്രഹമായത്. അമേരിക്കയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുമ്പോഴും ഇന്ത്യ നേരിടുന്ന വെല്ലുവിളി ഉയർന്ന ചരക്കു കടത്ത് കൂലിയാകും. ഏതുതരം ക്രൂഡാണ് അമേരിക്കയിൽ ലഭ്യമാകുക, വില കുറച്ചു നൽകാൻ അമേരിക്കൻ കമ്പനികൾ തയ്യാറാകുമോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ചാകും ഇന്ത്യൻ എണ്ണ കമ്പനികൾ അന്തിമ തീരുമാനം എടുക്കുക. വില കുറഞ്ഞ് എവിടെ നിന്ന് കിട്ടുന്നോ അവിടെ നിന്ന് കൂടുതൽ ഇറക്കുമതി ചെയ്യുക എന്ന നയമാണ് ഇന്ത്യൻ എണ്ണ കമ്പനികൾ മുൻപ് മുതൽ തന്നെ സ്വീകരിക്കുന്നത്. അതാണ് വെനസ്വേലയിലും നൈജീരിയയിലും അങ്കോളയിലും ഗയാനയിലും വരെ ഇന്ത്യ ക്രൂഡ് ഓയിൽ തേടി പോകുന്നതിന് പിന്നിലെ കാരണം. ചൈനയും അമേരിക്കയും കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യമാണ് ഇന്ത്യ. വാങ്ങുന്ന മുഴുവൻ ക്രൂഡും ഇന്ത്യയിൽ ഉപയോഗിക്കുന്നില്ല. അവ ശുദ്ധീകരിച്ച് പെട്രോളിയം ഉൽപ്പന്നങ്ങളാക്കി കയറ്റുമതി ചെയ്യുന്നുമുണ്ട്. മാത്രമല്ല, ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിലെ ഭൂമിക്കടിയിൽ ക്രൂഡ് ഓയിൽ ശേഖരമുണ്ട്. അവയുടെ ഖനനം വിപുലീകരിക്കാനും ഇന്ത്യ പദ്ധതി തയ്യാറാക്കിയിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.